എല്ലാവർക്കും നമസ്കാരം. സ്നേഹ ഓർഗാനിക് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ പരിചയപ്പെടുത്താനാണ്. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ്. ഇതിന്റെ പൈനാപ്പിൾ സാധാരണ എല്ലാവരും ബോർഡർ ആയിട്ട് നമ്മുടെ അതിരൊക്കെ ആയിട്ടാണ് വെക്കാറ്. പക്ഷെ അങ്ങനെ അതിരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇതല്ലാത്ത പൈനാപ്പിളിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫാമിലുണ്ടായ മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ്. ഇതാണ് നമ്മുടെ ഫാമിലുണ്ടായ മുള്ളില്ലാത്ത പൈനാപ്പിൾ. ഇതിന് ഇപ്രാവശ്യം വെയിറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്കൊരു 6 കിലോ വരെയൊക്കെ വെയിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു ആവറേജ് ഒരു 4-5 ആ ഒരു റേഞ്ചിന് ഇടയ്ക്ക് വെയിറ്റ് വരാറുണ്ട് കേട്ടോ സാധാരണ. പൈനാപ്പിളിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് ഒരെണ്ണമെങ്കിലും ഒരു വീട്ടിൽ പ്ലാൻ ചെയ്യും. ഇത് ദിവസവും കഴിക്കുന്നത് ശരീരത്തിന് ഭയങ്കര ഒരു ഹെൽത്തി ഫ്രൂട്ടാണ്. അപ്പൊ നമുക്ക് ഈ പൈനാപ്പിൾ എങ്ങനെയുണ്ടെന്ന് ഇതൊന്ന് വെയിറ്റ് നോക്കാം, ഇതിന്റെ ടേസ്റ്റും ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒടിഞ്ഞിരുന്നായിരുന്നു. ഞാൻ ഇതിലേക്ക് ചാരി വെച്ചതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വിടിക്കാനേ ഉള്ളൂ. നമുക്കിത് വിടിച്ചെടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ പൈനാപ്പിള്. ഇതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്കപ്പോ ഈ ചക്കയുടെ വെയിറ്റ് എത്രയുണ്ടെന്ന് ഇതില് നോക്കാം. ഇപ്പൊ 0-ലാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതിന്റെ വെയിറ്റ് വച്ച് നോക്കാം. 630 ഇതിന്റെ വെയിറ്റ്. ഇതിന് മുമ്പ് നമുക്കിത് ഒരു 5 കിലോ ഒക്കെ വരെ വെയിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ 633 വെയിറ്റ് ഉള്ളത്. നമുക്കിതൊരു 4 to 5 ആ ഒരു റേഞ്ചിൽ വെയിറ്റ് എന്തായാലും കിട്ടും. നമ്മുടെ മറ്റു പൈനാപ്പിള് നട്ടാൽ നമുക്കൊരു 2 കിലോ വരെയൊക്കെയാണ് വെയിറ്റ് മാക്സിമം കിട്ടുള്ളൂ. അതിന്റെ ഇരട്ടി വെയിറ്റ് ഇതിന് കിട്ടും. അപ്പോ മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്തുകൊണ്ടും ഒരു വീട്ടില് വയ്ക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം മറ്റേനേക്കാളും ഡബിൾ ആയിട്ട് കിട്ടൂലോ നമുക്ക് ഇതിന്റെ വെയിറ്റ്. സാധാരണ നമ്മള് പൈനാപ്പിൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇതിലുണ്ടായാലാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഭാഗം കളയുകയാണ് ചെയ്യാറ്. പക്ഷെ നമുക്ക് ഈ ഭാഗം കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് സാധാ ചക്ക കിട്ടുന്ന കാഞ്ഞി പോലെ തന്നെ യൂസ് ചെയ്യാം. ഇതിന് വേര് പിടിച്ച് ഇതിൽ നിന്ന് ചക്ക ഉണ്ടാവും കേട്ടോ. കുറച്ച് താമസം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് നട്ട് ചക്ക ഉണ്ടാക്കാം. ഇനിയിപ്പോ ഇതിന്റെ നമുക്കൊരു ചെറിയ പോർഷൻ കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇത് കട്ട് ചെയ്യാനായിട്ട്. നല്ല സിമ്പിൾ ആയിട്ട് കട്ട് ആവുന്നുണ്ട്. നല്ല വാട്ടർ കണ്ടന്റ് ആണ് കേട്ടോ. ഇതിപ്പോ കട്ട് ചെയ്ത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മള് ഒരു കവറിട്ട് മൂടിയേക്കുമായിരുന്നു കേട്ടോ. ഇതിൽ മഴവെള്ളം ഒന്നും ചാടിയിട്ടില്ല. കാരണം ഇനി എങ്ങാനും ഈ നല്ല മഴയായ സമയത്ത് ഇതിന് വെള്ളച്ചോവ വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കവറ് അതിന്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് മേൽഭാഗത്ത് ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് എയർ പാസിംഗ് ഉണ്ടാവാൻ പാകത്തിന് ഹോൾ ഇട്ടിട്ട് നമ്മൾ ഇതിനെ മൂടിയേക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇത് പഴുത്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റിയത്. ഇങ്ങനെയാണ് കട്ട് ചെയ്തപ്പോ. ഇതിലൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ജ്യൂസിയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ വെള്ളച്ചോവി ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നല്ല മധുരമാണ്. പിന്നെ നമ്മൾ ഇതിന് നമ്മള് കോഴിവളം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓർഗാനിക് ആയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന പൈനാപ്പിൾ ആണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് സാധാ പൈനാപ്പിളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനും നല്ല മധുരമായിരുന്നു കേട്ടോ. ഈ മഴ പെയ്ത സമയമാണെങ്കിലും അതിന് മധുരത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിനും നല്ല മധുരമുണ്ട്.
അപ്പൊ പൈനാപ്പിളിന് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. ഇതിന് വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, അങ്ങനെ ഒത്തിരി കണ്ടന്റുകൾ ഉണ്ട് ഇതില്. പിന്നെ ഇതിന് പൊട്ടാസ്യം കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും പിന്നെ ആസ്മ പോലുള്ള രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ടും അതിനെല്ലാം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിന് നീർക്കെട്ട് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും പിന്നെ നമ്മുടെ ദഹന സംബന്ധമായ രോഗങ്ങള് അതൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ പൈനാപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടില് മസ്റ്റ് ആയിട്ടും വയ്ക്കേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് പൈനാപ്പിള്. ഇതിപ്പം നമുക്ക് വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യാം. മുള്ളില്ലാത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് ഇപ്പൊ മുള്ളുള്ള പൈനാപ്പിൾ ആണെങ്കിൽ കുട്ടികളൊക്കെ വന്ന് പിടിക്കുമ്പോൾ അവർക്ക് കൈ മുറിയാനും കൈ പോറാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട് പരമാവധി വീടിന്റെ മുറ്റത്തൊന്നും വയ്ക്കാത്തത്. അപ്പൊ നമുക്ക് മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ വീടിന്റെ ഫ്രണ്ടിലും ഒക്കെ വയ്ക്കാവുന്നതാണ്. ബീറ്റ കരോട്ടിൻ കൂടുതൽ അടങ്ങിയിരിക്കുന്ന കാരണം ഇത് കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയേറെ വൈറ്റമിനുകളൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും മസ്റ്റായിട്ടും കഴിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഒരു ഹെൽത്തി ഫ്രൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ടും ഇത് ഒരെണ്ണം വീട്ടിൽ വയ്ക്കണം. വച്ചാൽ നമുക്ക് ഡെയിലി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ടുകൾക്ക് നമുക്കറിയാം പൈനാപ്പിളിന് നന്നായിട്ട് ഈ വിഷമൊക്കെ അടിച്ചിട്ട് വരുന്നതാണ്. പിന്നെ അവര് ഓർഗാനിക് ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്, രാസവളങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും ഒരു പ്ലാന്റ് നമുക്ക് വീട്ടിൽ വയ്ക്കാം. ഇതിപ്പോ മുള്ളില്ലാത്തതായതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. പിന്നെ വീടിന്റെ സൈഡിലൊക്കെ ബോർഡർ ആയിട്ട് നടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ബോർഡർ ആയിട്ട് നട്ടിട്ട് അതിലൊരു ഫ്രൂട്ട് ഉണ്ടായി മഞ്ഞച്ച് കിടക്കുമ്പോൾ അത് കാണാനും ഒരു ഭംഗിയല്ലേ. അപ്പൊ മസ്റ്റ് ആയിട്ട് എല്ലാവരും വയ്ക്കുക. എന്റെ അറിവില് മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ് ഏറ്റവും വെയിറ്റ് കൂടിയ പൈനാപ്പിള്. ഒരു 6-7 കിലോ വരെ കിട്ടിയതായിട്ട് നമ്മുടെ പരിചയത്തിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫാമിൽ അത് 5 സംതിങ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.